MNSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 1-ലെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണെന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് 10 കെമിസ്ട്രി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. റേഡിയോ ആക്ടിവിറ്റി ഹാസ് അപ്ലിക്കേഷൻസ് ഇൻ ഓപ്ഷൻ എ മെഡിസിൻ, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ, ഓപ്ഷൻ സി ഇൻഡസ്ട്രി, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. റേഡിയോ ആക്ടിവിറ്റിയുടെ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാം? ഓപ്ഷൻ എ മെഡിസിൻ, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ, ഓപ്ഷൻ സി ഇൻഡസ്ട്രി. ഈ ഒരു 3 മേഖലയിലും റേഡിയോ ആക്ടിവിറ്റിയുടെ അപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം കണ്ടെയ്ൻസ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്, ഓപ്ഷൻ ബി പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ സി ന്യൂട്രോൺസ് ആൻഡ് ഇലക്ട്രോൺസ്, ഓപ്ഷൻ ഡി ഓൺലി ന്യൂട്രോൺസ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ഉണ്ടാകുന്നത് പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ദ ടേം pH denotes ഓപ്ഷൻ എ ടെമ്പറേച്ചർ ഓഫ് സൊല്യൂഷൻ, ഓപ്ഷൻ ബി വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ, ഓപ്ഷൻ സി അസിഡിറ്റി ഓർ ബേസിസിറ്റി ഓഫ് സൊല്യൂഷൻ, ഓപ്ഷൻ ഡി അയോണിക് സ്ട്രെങ്ത് ഓഫ് സൊല്യൂഷൻ. pHൻ്റെ ഫുൾ ഫോം ചിലപ്പോൾ ചോദിക്കാറുണ്ട്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. സോ ഇതിൽ ദ ടേം pH denotes ഒരു pH എന്നതിനെ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ് അസിഡിറ്റി ഓർ ബേസിസിറ്റി ഓഫ് സൊല്യൂഷൻ. അടുത്ത ചോദ്യം. DDT ഈസ് ദ നെയിം ഓഫ് എ കെമിക്കൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ. DDT എന്തായിട്ടാണ് ഉപയോഗിക്കാറുള്ളത്? ഓപ്ഷൻ എ ആൻറ്റിസെപ്റ്റിക്, ഓപ്ഷൻ ബി ഇൻസെക്ടിസൈഡ്, ഓപ്ഷൻ സി ആൻറ്റിബയോട്ടിക്, ഓപ്ഷൻ ഡി ഫെർട്ടിലൈസർ. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, ഇൻസെക്ടിസൈഡ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. എഥനോൾ കണ്ടെയ്നിങ് 5% ഓഫ് വാട്ടർ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ അബ്സല്യൂട്ട് ആൽക്കഹോൾ, ഓപ്ഷൻ ബി ഡൈല്യൂട്ട് ആൽക്കഹോൾ, ഓപ്ഷൻ സി പവർ ആൽക്കഹോൾ, ഓപ്ഷൻ ഡി റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി റെക്ടിഫൈഡ് സ്പിരിറ്റ്. അടുത്ത ചോദ്യം. ദ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ പ്രസൻറ്റ് ഇൻ അമോണിയ സൾഫേറ്റേഴ്സ്. അമോണിയം സൾഫേറ്റിൽ അടങ്ങിയിട്ടുള്ള നൈട്രജൻ്റെ പെർസെൻറ്റേജ്. ഓപ്ഷൻ എ 18%, ഓപ്ഷൻ ബി 21%, ഓപ്ഷൻ സി 25%, ഓപ്ഷൻ ഡി 30%. ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, 21%. അതിൽ സൾഫറിൻ്റെ പെർസെൻറ്റേജ് ഓർത്ത് വെക്കുക, 24% ആണ് സൾഫർ. 21% നൈട്രജനും 24% സൾഫറും. Stain of rust on clothes can be removed by ഓപ്ഷൻ എ H2O2, ഓപ്ഷൻ ബി ഓക്സാലിക് ആസിഡ്, ഓപ്ഷൻ സി പെട്രോൾ, ഓപ്ഷൻ ഡി ആൽക്കഹോൾ. അപ്പോൾ സ്റ്റെയിൻ ഓഫ് റസ്റ്റ് റിമൂവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, ഓക്സാലിക് ആസിഡ്. അടുത്ത ചോദ്യം. ട്രാൻസ്ബൗണ്ടറി പൊല്യൂഷൻ ഓർ ആസിഡ് റെയിൻ ഈസ് കോസ്ഡ് ബൈ. സാധാരണ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ആസിഡ് റെയിൻ തന്നെയാണ് ചോദിക്കാറുള്ളത്. MNSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ് ട്രാൻസ്ബൗണ്ടറി പൊല്യൂഷൻ എന്ന് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. സോ ആസിഡ് റെയിൻ കോസ് ചെയ്യുന്നത് ഓപ്ഷൻ എ നൈട്രജൻ ഓക്സൈഡ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രോ കാർബൺ. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, നൈട്രജൻ ഓക്സൈഡും സൾഫർ ഡയോക്സൈഡും. സോ ആസിഡ് റെയിനിലെ പ്രധാന ഘടകങ്ങളാണ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് പൊല്യൂട്ടൻറ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മോസ്റ്റ് ഡേഞ്ചറസ് പൊല്യൂട്ടൻറ്റ്? ഓപ്ഷൻ എ കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ ബി സൾഫർ ഡയോക്സൈഡ്, ഓപ്ഷൻ സി കാർബൺ മോണോക്സൈഡ്, ഓപ്ഷൻ ഡി നൈട്രസ് ഓക്സൈഡ്. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, കാർബൺ മോണോക്സൈഡ്. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആസിഡ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ആസിഡ്? ഓപ്ഷൻ എ വാട്ടർ, ഓപ്ഷൻ ബി ഇത് HZSO4 അല്ല, H2SO4 ആണ്. കാരണം Z എന്നൊരു മൂലകമില്ല. ഒന്നെങ്കിൽ Zn സിങ്ക് ആണ്. സോ Z ഒറ്റയ്ക്ക് നിൽക്കുന്നൊരു മൂലകം നമ്മൾ പീരിയോഡിക് ടേബിൾ എവിടെയും പഠിച്ചിട്ടില്ല. ഇത് ക്വസ്റ്റ്യൻ പ്രിൻ്റ് ചെയ്തോടത്തുള്ള മിസ്റ്റേക്കാണ്. H2SO4 ആണ്. അടുത്തത് സോഡിയം കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്. ഇതിലേതാണ് ആസിഡ് എന്ന് നിങ്ങൾക്കറിയാം. ഓപ്ഷൻ സി ആണ് സൾഫ്യൂരിക് ആസിഡ്.
ഇനി ഫിസിക്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇൻ സവർ വിൻ്റർ ഇൻ കോൾഡ് കൺട്രീസ് വാട്ടർ പൈപ്സ് ബസ്റ്റ് ബിക്കോസ്. അതായത് ഈ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ വിൻ്റർ തണുപ്പ് കൂടുതലാകുമ്പം ഈ പൈപ്പൊക്കെ വീർക്കും അല്ലേ? അതിനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ വാട്ടർ എക്സ്പാൻഡ്സ് ഓൺ ഫ്രീസിങ്, ഓപ്ഷൻ ബി കോൺട്രാക്ഷൻ ഓഫ് വാട്ടർ പൈപ്സ്, ഓപ്ഷൻ സി ഹൈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഓപ്ഷൻ ഡി കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് ഓൾ ദ എബോവ് 3. അപ്പം നമുക്കറിയാം വാട്ടറിൻ്റെ ഡെൻസിറ്റി ഇക്വേഷൻ ഡി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയാണ്. സോ ഇവിടെ ഡെൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. ഡെൻസിറ്റി കുറയണമെങ്കിൽ അതായത് വാട്ടർ നമുക്കറിയാം ഐസ് ആകുമ്പം അതിൻ്റെ ഡെൻസിറ്റി കുറയും. ഇപ്പോൾ ഒരു ഐസ് വാട്ടർ എടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ അതിലേക്കൊരു ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഐസ് ക്യൂബ് മുകളിലോട്ട് പൊന്തിക്കിടക്കണം. അതായത് അതിൻ്റെ ഡെൻസിറ്റി ഐസ് ക്യൂബ് ആകുമ്പം കുറയും. ഡെൻസിറ്റി കുറയണമെങ്കിൽ ആര് കൂടണം? ഡെൻസിറ്റി കുറയണമെങ്കിൽ വോളിയം കൂടണം. സോ വോളിയം കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വാട്ടർ അവിടുത്തെ ടെമ്പറേച്ചർ കുറയുമ്പം ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ വാട്ടർ എക്സ്പാൻഡ്സ് ഓൺ ഫ്രീസിങ്. In the process of magnetization of a bar, option A the entire bulk of the bar gets magnetized, option B only the surface of the bar gets magnetized, option C only the ends of the bar get magnetized, option D only some parts of the outer layer of the bar get magnetized. ഒരു അയൺ ബാറിനെ മാഗ്നറ്റൈസ് ചെയ്യുകയാണ്. അപ്പം അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. സോ ഈ 4 ഓപ്ഷനിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ദ എൻറ്റയർ ബൾക്ക് ഓഫ് ദ ബാർ ഗെറ്റ്സ് മാഗ്നറ്റൈസ്ഡ്. എ ഫാളിംഗ് ഡ്രോപ്പ് ഓഫ് റെയിൻ വാട്ടർ എക്വയർ ദ സ്പെറിക്കൽ ഷേപ്പ് ഡ്യൂ ടു. മഴത്തുള്ളിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ റൗണ്ടിൽ കാണാം അല്ലേ? അതെന്തുകൊണ്ടാണ്? ഓപ്ഷൻ എ വിസ്കോസിറ്റി, ഓപ്ഷൻ ബി സർഫസ് ടെൻഷൻ, ഓപ്ഷൻ സി അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഓപ്ഷൻ ഡി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. അടുത്ത ചോദ്യം, ദ വീക്കസ്റ്റ് ഓഫ് ഓൾ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഈസ്. ഫണ്ടമെൻ്റൽ ഫോഴ്സസിൽ ഏറ്റവും വീക്കായിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ഓപ്ഷൻ എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓപ്ഷൻ ബി ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ സി മാഗ്നറ്റിക് ഫോഴ്സ്, ഓപ്ഷൻ ഡി ന്യൂക്ലിയർ ഫോഴ്സ്. സോ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തന്നെയാണ് ഏറ്റവും ലോങ് റേഞ്ച് ഫോഴ്സ്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്കസ്റ്റ് ഫോഴ്സ് ആവാനുള്ള കാരണം നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റിനെ എത്ര ദൂരം, അതായത് എർത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏതൊരു ഒബ്ജക്റ്റിനെയും അട്രാക്റ്റ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാനുള്ള കഴിവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനുണ്ട്. ദെൻ അവിടെ നിന്ന് ഇപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റ് ഭൂമിയിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എർത്ത് സർഫസിൽ എവിടെ വെക്കുകയെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് നമ്മൾ ഒന്ന് വലിച്ചിട്ടുണ്ടെങ്കിൽ സാധനം എങ്ങോട്ട് പോരും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാവിറ്റേഷൻ, ഈ 2 ഒബ്ജക്റ്റും അതായത് എർത്തും ഈ ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഫോഴ്സ് വളരെ വീക്കായതുകൊണ്ടാണ് നമുക്കങ്ങനെ കിട്ടുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം, നമുക്കൊരു മാഗ്നറ്റിക് ഫോഴ്സ് എടുക്കാം. അപ്പോൾ 2 മാഗ്നറ്റ് നോർത്തും സൗത്തും ഒപ്പരം അട്രാക്റ്റ് ചെയ്ത് നിൽക്കുമ്പം അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടെന്നല്ല, നമ്മുടെ ഒരു ഒബ്ജക്റ്റ് എർത്തിലുള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ ഫോഴ്സ് എവിടെ ഉപയോഗിക്കണം? മാഗ്നറ്റിക് ഫോഴ്സിൽ ഉപയോഗിക്കണം. സോ അതുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇറ്റ് ഈസ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ ഓൾ ദ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് എന്ന് പറയുന്നത്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഓഫ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? ഓപ്ഷൻ എ ടെമ്പറേച്ചർ ഓഫ് എയർ, ഓപ്ഷൻ ബി പ്രഷർ ഓഫ് എയർ, ഓപ്ഷൻ സി മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ എയർ, ഓപ്ഷൻ ഡി വിൻഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. പ്രഷർ ഓഫ് എയർ ആണ് വെലോസിറ്റി ഓഫ് സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യാത്തത്. The density of gas is maximum at option A low temperature low pressure, option B low temperature high pressure, option C high temperature low pressure, option D high temperature high pressure. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ലോ ടെമ്പറേച്ചർ ഹൈ പ്രഷറിലാണ് ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ഈസ് മാക്സിമം. സോ ഇതെങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഡി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയാണെന്ന് നമുക്കറിയാം. സോ ഡെൻസിറ്റി ഇവിടെ മാക്സിമം ആവണം. ഡെൻസിറ്റി മാക്സിമം ആവുകയെന്നുണ്ടെങ്കിൽ വോളിയം എന്ത് ചെയ്യണം? കുറയണം. സോ വോളിയം കുറയണമെങ്കിൽ ഒരു ഗ്യാസിൻ്റെ കേസിലാണെങ്കിൽ വോളിയം കുറയണമെങ്കിൽ എന്ത് വേണം? ഹൈ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിലേ വോളിയം കുറയുള്ളൂ. സോ അങ്ങനെയാണ് ഇത് വരുന്നത്. ഓപ്ഷൻ ബി ലോ ടെമ്പറേച്ചർ ആൻഡ്
high pressure. Why is it difficult to breathe at higher altitudes? ഹയർ ആൾട്ടിറ്റ്യൂഡിൽ ബ്രീത്ത് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്. അതിനുള്ള കാരണം എന്താണ്? ഓപ്ഷൻ എ ഡ്യൂ ടു ലോ എയർ പ്രഷർ, ഓപ്ഷൻ ബി ഡ്യൂ ടു ലോ ടെമ്പറേച്ചർ, ഓപ്ഷൻ സി ഡ്യൂ ടു ഓസോൺ, ഓപ്ഷൻ ഡി ഡ്യൂ ടു ഹ്യൂമിഡിറ്റി. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം, ഡ്യൂ ടു ലോ എയർ പ്രഷർ. ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ ഫോഴ്സ്, ഓപ്ഷൻ ബി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഓപ്ഷൻ സി ന്യൂക്ലിയർ ഫോഴ്സ്, ഓപ്ഷൻ ഡി മാഗ്നറ്റിക് ഫോഴ്സ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, ന്യൂക്ലിയർ ഫോഴ്സ്. ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ തിയറി ഓഫ് റിലേറ്റിവിറ്റി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇത് ഓൾവേസ് എന്നാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓപ്ഷൻ എ ലെങ്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഓപ്ഷൻ ബി ടൈം, ഓപ്ഷൻ സി സ്പേസ്, ഓപ്ഷൻ ഡി വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ സ്പൂൺ ഡ്രോപ്പഡ് ബൈ ആൻ ആസ്ട്രോണറ്റ് ഇൻ എ സാറ്റലൈറ്റ് വിൽ. ഒരു ആസ്ട്രോണറ്റ് സാറ്റലൈറ്റിൽ നിന്നൊരു സ്പൂണ് താഴോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഓപ്ഷൻ എ ഫാൾ ടു ദ ഫ്ലോർ, ഓപ്ഷൻ ബി റിമെയിൻ സ്റ്റേഷനറി, ഓപ്ഷൻ സി കണ്ടിന്യൂ ടു ഫോളോ ദ മോഷൻ ഓഫ് ദ സാറ്റലൈറ്റ്, ഓപ്ഷൻ ഡി മൂവ് ടാൻജൻഷ്യലി എവേ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, കണ്ടിന്യൂ ടു ഫോളോ ദ മോഷൻ ഓഫ് ദ സാറ്റലൈറ്റ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ബാക്കി GK വരുന്ന ക്വസ്റ്റ്യൻസ് അടുത്ത സെഷനിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.